ഞങ്ങളെ കഴിഞ്ഞ ദിവസം സ്ട്രോബെറി പിക്കിങ്ങിന് പോയതാണ് ഇത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് ഈ കൗണ്ടറിൽ നിന്ന് നമുക്കിഷ്ടമുള്ള സൈസിലുള്ള ഒരു കണ്ടെയ്നർ വാങ്ങിക്കണം. അപ്പോൾ ആ കണ്ടെയ്നറിൽ നിറച്ച് നമുക്ക് പിക്ക് ചെയ്യാം. ഞങ്ങളിത് ഈ കണ്ടെയ്നറായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. ഇതിന് $20 ആയിരുന്നു. അപ്പോൾ ദേ ഈ വണ്ടിയിലാണ് നമ്മളെ ഫാമിലോട്ട് കൊണ്ടുപോകുന്നത്. കുറേ നടക്കാനുണ്ട്. അതായത് ഇവിടെ പല ടൈപ്പിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നട്ടിട്ടുണ്ട്. റാസ്ബെറീസ് ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ്, ബീട്രൂട്ട്, ലെറ്റസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തത് ബീൻസും സ്ട്രോബെറീസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ട്രോബെറി ഫാം. ഇതേ ആൾക്കാരൊക്കെ നിന്ന് സ്ട്രോബെറീസ് പറിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സ്ട്രോബെറീസ് വേണമെങ്കിലും പറിച്ച് കഴിക്കാമേ. പിന്നെ ബാക്കി നമുക്ക് ആ കണ്ടെയ്നറിൽ നിറച്ച് പിക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാം. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ സ്ട്രോബെറീസ്. ഇലയൊക്കെ മാറ്റി നോക്കുമ്പോഴാണ് കാണുന്നത്. നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആയിരുന്നു കേട്ടോ. ഇതിലവർ പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ അടിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കേടായി പോവുകയും ചെയ്യും. ധൈര്യമായിട്ട് നമുക്ക് ചെടിയിൽ നിന്ന് ഡയറക്റ്റ് പറിച്ച് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് കഴിക്കുന്നതുകൊണ്ടാവും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന്. പിന്നെ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറിച്ചപ്പം അധികം പഴുക്കാത്തത് നോക്കിയാണ് പറിച്ചത്. കാരണം നല്ല പഴുത്തതാണെങ്കിൽ പോകുന്ന വഴി തന്നെ ഇത് ചതഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിറയ്ക്കണമായി ഈ ബാസ്ക്കറ്റ്. അപ്പോൾ എൻ്റെ ബാസ്ക്കറ്റ് നിറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും സ്ട്രോബെറിയാണ് ഞങ്ങൾ മൊത്തത്തിൽ പിക്ക് ചെയ്തത്. പിന്നെ ഞങ്ങൾ ബീൻസ് പിക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി കേട്ടോ. ഇത് ബുഷ് ബീൻസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കുറേ ബീൻസൊക്കെ ഉണ്ടായിരുന്നു. ബീൻസൊന്നും അധികം ആൾക്കാർ പറിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അത്രയും സ്ട്രോബെറീസും ബീൻസും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒരുപാടുണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു ബാസ്ക്കറ്റിലുള്ള ക്വാണ്ടിറ്റി മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കയറി. ഇതെല്ലാം ഇവിടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഡയറക്റ്റ് ഫാമിൽ നിന്ന് വരുന്നതാണ്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നോർമൽ സാധനത്തിനേക്കാളും എല്ലാത്തിനും കുറച്ച് വിലയൊക്കെ കൂടുതലായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആയിരുന്നു പിക്കിൾഡ് എഗ്സ് കേട്ടോ. പലതരത്തിലുള്ള എഗ്സ് പിക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ കാടമുട്ട പിക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിനെയും കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാർമേഴ്സ് മാർക്കറ്റിലൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ ഈ ഫാമിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളിൽ നിന്ന് ഇവർ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നേ. പല ടൈപ്പ് ജാംസ്, സ്പ്രെഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ. ഇതെല്ലാം ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ജാമൊക്കെയാണ് കേട്ടോ. പലതരത്തിലുള്ളതുണ്ട്. ഷുഗർ ആഡ് ചെയ്യാത്തത്, സീഡ് റിമൂവ് ചെയ്തത്, സീഡോട് കൂടിയത്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.